ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, പറയുന്നത് കേൾക്കുന്നുണ്ടോ? സാർ കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ബേസിസ് ആൻഡ് ഡയമെൻഷൻ സെക്ഷൻ ആയിരുന്നു അല്ലേ? അപ്പം എനിക്കൊരു നിങ്ങൾ അസൈൻമെന്റ് ഒന്ന് കണ്ടു, അതിൽ ചില കാര്യങ്ങൾ എനിക്കൊന്ന് പറയാനുണ്ട്. ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നുണ്ടോ ആർക്കും? കാണുന്നില്ല? ഓക്കെ. അപ്പം ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തോന്നി ഞാൻ പറയേണ്ടി വരും. ഞാൻ പറയാം. ഇപ്പം ഒരു വെക്ടർ സ്പേസ് നമുക്ക് എടുക്കാം. ഓക്കെ, R3/R വെക്ടർ സ്പേസ് എടുക്കുകയാണ്. അപ്പൊ ഇതിന് ശരിക്ക് എത്ര ബേസിസ് ഉണ്ടാവും ഈ ഒരു വെക്ടർ സ്പേസിന്? അപ്പൊ ഇതിന്റെ ഒരു ബേസിസ് പറയാമോ? ഒരു ബേസിസ് നിങ്ങൾ പറയാം. ഇതിന്റെ ഒരു ബേസിസ് പറയും ആരെങ്കിലും. എന്തായിരുന്നു ബേസിസ് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടണം, വിച്ച് ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആൻഡ് സ്പാൻ ഓഫ് ആ സെറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഫുൾ സെറ്റ് R3 തന്നെ ആയിരിക്കണം. അതായത് ഇപ്പോൾ ഒരു കുറച്ച് വെക്ടേഴ്സ് നമുക്ക് കിട്ടണം. എസ് എന്ന സെറ്റ് നമ്മൾ എടുക്കുകയാണ്, അതിൽ കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്. ഈ എസിന്റെ പ്രത്യേകത, എസിനെ എപ്പോഴാണ് നമ്മൾ ബേസിസ് എന്ന് വിളിക്കുക? എസിനെ നമ്മൾ ഈ ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസ് നിന്ന് വിളിക്കണമെങ്കിൽ എസിലുള്ള വെക്ടേഴ്സിന്റെ സ്പാൻ, അതായത് സ്പാൻ ഓഫ് എസ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഈ R3 തന്നെ കിട്ടണം. സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിലുള്ള വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻസ്, എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എടുക്കാം. അപ്പം ആ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും നിങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്ന സെറ്റാണ് സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞത്. അപ്പൊ സ്പാൻ ഓഫ് എസ് R3 തന്നെ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇതിലുള്ള വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ എസിനെ ഈ വെക്ടർ സ്പേസിന്റെ ഒരു ബേസിസ് ആയിട്ട് വിളിക്കുക. ബേസിസ്, അപ്പോഴേ നമുക്ക് എസിന്റെ ബേസിസ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബേസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റാൻഡേർഡ് ബേസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ. അതായത് R3/R നിങ്ങൾ എടുക്കുകയാണെങ്കിൽ, ഈ വെക്ടർ സ്പേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ 3 വെക്ടേഴ്സ് എടുക്കുക. ഓക്കെ, ഈ 3 വെക്ടേഴ്സ് എടുക്കണമെന്നില്ല, ഞാൻ ഇപ്പോൾ വേറെ വെക്ടർ എടുക്കാം. അപ്പം ആർബിട്രറി നമുക്കൊരു വെക്ടർ എടുക്കാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ സെറ്റിന്റെ ഈ R3 ഒരു സെറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഇതാണ് നമ്മൾ എസ് വിചാരിക്കുക. അപ്പൊ ഈ എസ് ഒരു ബേസിസ് ആവുമോ എന്നാണ് ചോദ്യം. ഈ എസ് ഒരു ബേസിസ് ആവുമോ R3/Rന്റെ? ഇത് ബേസിസ് ആവണം എന്താവണം? സ്പാൻ ഓഫ് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ R3 തന്നെ കിട്ടണം. പിന്നെ ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആയിരിക്കണം. ഇത് രണ്ടു കാര്യമായിരിക്കണം. അപ്പൊ എന്താ വരിക? ഇത് ബേസിസ് ആണോ? നിങ്ങൾക്ക് ചെയ്തു നോക്കാം. നിങ്ങളുടെ കയ്യിൽ ബുക്കൊക്കെ അല്ലേ, ബുക്കും പേനൊക്കെ അല്ലേ, ചെയ്തു നോക്കാം. അപ്പം എന്താ വരിക? സ്പാൻ ഓഫ് ഈ സെറ്റ് എന്താ വരിക? സ്പാൻ ഓഫ് ഈ സെറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരിക? എല്ലാ ലീനിയർ കോമ്പിനേഷൻസും, ഈ സെറ്റിലുള്ള എലിമെന്റ്സിന്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസ്, അതായത് C1 ടൈംസ് 100 പ്ലസ് C2 ടൈംസ് 010 പ്ലസ് C3 ടൈംസ് 001 പ്ലസ് C4 ടൈംസ് 101, ഇങ്ങനത്തെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും, പ്രൊവയർ CI, എല്ലാ CIസും എടുക്കുന്നത് ഇവിടെ നമ്മൾ ഫീൽഡ് R ആണ്. ഈ R എന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇങ്ങനത്തെ എല്ലാ എലിമെന്റ്സും കൂടിയാണ് നമ്മളെ സ്പാൻ ഓഫ് എസ്. ഇതാണ് ശരിക്കും സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ സബ്സ്പേസ് സ്പാൻ ബൈ എസ്, ഓക്കെ, അല്ലെങ്കിൽ ലീനിയർ സ്പാൻ ഓഫ് എസ് എന്നൊക്കെ വിളിക്കും.
അപ്പൊ ഇവിടെ ഈ സ്പാൻ എന്താ വരിക? ഈ സ്പാൻ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഫുൾ R3 നമുക്ക് കിട്ടുമോ? എല്ലാ എലിമെന്റ്സിനും ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇവിടെ നിങ്ങൾക്ക്? R3 എല്ലാ എലിമെന്റ്സിനും ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പം എനിക്കിപ്പോൾ 1 3 4 എന്ന എലിമെന്റ് വേണം. ഓക്കെ, അപ്പോൾ ഈ എലിമെന്റ് ഈ സ്പാനിലുണ്ടോ? സ്പാനിൽ, അതായത് R3 ഏത് എലിമെന്റ് എടുത്താലും എനിക്ക് ഈ സ്പാനിൽ ഉണ്ടെങ്കിൽ എനിക്ക് പറയാം എന്താ സ്പാൻ ഓഫ് എസ് പറഞ്ഞാൽ ഇവിടെ R3 ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ എലിമെന്റ് ഈ സ്പാനിലുണ്ടോ? സ്പാൻ ഓഫ് എസിലുണ്ടോ? നമ്മൾ എന്തെടുക്കണം? C1 C2 C3 C4 എല്ലാം എന്തെടുക്കണ്ടേ? ഇപ്പൊ ഞാൻ അഥവാ സപ്പോസ് C4 ഞാൻ 0 എടുത്തു, C1 ഞാൻ 1 എടുത്തു, C2 ഞാൻ 3 എടുത്തു, C3 ഞാൻ 4 എടുത്തു. ഓക്കെ, ഇപ്പൊ എങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വരിക? 1 ടൈംസ് 1 0 0 പ്ലസ് C2 ഞാൻ 3 എടുത്തിരിക്കുന്നത്, അപ്പോൾ 3 ടൈംസ് 0 1 0 പ്ലസ് C3 ഞാൻ 4 എടുത്തു, 4 ടൈംസ് 0 0 1, C4 ഞാൻ 0 എടുത്തു, 1 0 1. ഇങ്ങനെ എടുത്താൽ നമുക്ക് കിട്ടുന്ന വെക്ടർ എന്താ? 1 3 4 കിട്ടൂലേ? 1 3 4 എന്ന വെക്ടർ നമുക്ക് കിട്ടും അല്ലേ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പം കോമ്പൗണ്ട് വൈസ് ആഡ് ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? നമുക്ക് 1 3 4 എന്ന് കിട്ടും. അതായത് ഈ വെക്ടർ ശരിക്കും ഈ സ്പേസിലുണ്ട്, നമുക്ക് സ്യൂട്ടബിളി നമുക്ക് CS ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ശരിക്കും ചോദ്യം എന്താ വെച്ചാൽ ഈ സെറ്റ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നപ്പോൾ ഇത് ബേസിസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം. ഓക്കെ, ഇത് ബേസിസ് ആണോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് കാര്യം ശരിക്കും ചെക്ക് ചെയ്യേണ്ടത്. സ്പാൻ ഓഫ് എസ് മൊത്തം R3 ആണോ നോക്കണം. രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡന്റ് എലിമെന്റ്സ് ആണോ, അല്ലെങ്കിൽ എസ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ഇൻ ജനറൽ നമുക്കൊരു എലിമെന്റ് എടുക്കാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ എന്ത് ചൂസ് ചെയ്യണം നോക്കാം. അപ്പം അതായത് R3 ഓവർ Rൽ ഒരു ജനറൽ വെക്ടർ, അപ്പോൾ നമ്മൾ നേരത്തെ 1 3 4 എടുത്തു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ABC എന്ന് എടുക്കാം. എയും ബിയും സിയും നിങ്ങൾ ഏത് റിയൽ നമ്പർ വേണമെങ്കിലും വെച്ചോളൂ, കുഴപ്പമില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം ഈ എലിമെന്റ് ആ സ്പാനിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാം? C1 ടൈംസ് ഈ എലിമെന്റ് നമുക്ക് C1 ടൈംസ് 1 0 0 പ്ലസ് C2 ടൈംസ് 0 1 0 പ്ലസ് C3 ടൈംസ് 0 0 1 പ്ലസ് C4 ടൈംസ് 1 0 1 എഴുതാൻ പറ്റും സ്പാനിലുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് ഈ എലിമെന്റ് സ്പാനിലുണ്ടെന്ന് കാണിക്കുക നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള CIs ഏതാന്ന് നമ്മൾ പറയണം. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഈ എലിമെന്റ് ആ സ്പാനിലുണ്ടോ ഇല്ലയോ. അപ്പം ഇവിടെ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന ABC എന്നാണ്. നേരത്തെ നമ്മൾ 1 3 4 എടുത്തു, ഇവിടെ ജനറൽ ആയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ജനറൽ ആൻസർ കിട്ടണോ അതിന്? നമുക്ക് ഓരോന്നോരോന്ന് ചെക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് നമുക്ക് ഇത് സ്പാനിൽ ഉണ്ടെങ്കിൽ എന്താ കിട്ടുക? ഇവിടെ നമുക്ക് കിട്ടുക C1 ടൈംസ് 1 പ്ലസ് C2 ടൈംസ് 0 പ്ലസ് C3 ടൈംസ് 0 പ്ലസ് C4 ടൈംസ് 1 എന്ന് പറഞ്ഞാൽ A കിട്ടും. അതായത് C1 പ്ലസ് C4 A കിട്ടും. ഓക്കെ, C1 പ്ലസ് C4 നമ്മൾ A ചൂസ് ചെയ്തേ പറ്റും. പിന്നെ C1 ടൈംസ് 0 പ്ലസ് C2 ടൈംസ് 1 പ്ലസ് C3 ടൈംസ് 0 പ്ലസ് C4 ടൈംസ് 0 എന്നാൽ B ആയിരിക്കും. അപ്പൊ അതിലെന്താ കിട്ടുക? C2 equal to B. C2 ഈക്വൽ ടു B. അതായത് C2 നമ്മൾ B ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഇനി മൂന്നാമത്തെ സെറ്റ് എന്താ? C1 ടൈംസ് 0 പ്ലസ് C2 ടൈംസ് 0 പ്ലസ് C3 ടൈംസ് 1 പ്ലസ് C4. C3 പ്ലസ് C4 എന്ന് പറഞ്ഞാൽ C ആയിരിക്കും. ഓക്കെ, ഇത്രയും കിട്ടി. അപ്പം ഈ C1 ഇതിൽ നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമോ? ഇനി നമുക്ക് എന്തൊക്കെയായിരുന്നു കിട്ടുന്നത്? അപ്പൊ എന്താ കിട്ടി? C1 പ്ലസ് C4 A എന്ന് ചൂസ് ചെയ്യുക. പറയൂ. C2 എന്തായാലും B ചൂസ് ചെയ്തേ പറ്റൂ. ഓക്കെ, ഐ മീൻ നമുക്ക് പറ്റൂന്നല്ല, C2 നമുക്ക് B ചൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആവശ്യം പറഞ്ഞാൽ ഇയാള് സ്പാൻ ഓഫ് എസിൽ ഉണ്ടെന്ന് കാണിക്കാനാണ്. അപ്പൊ സ്പാൻ ഓഫ് എസിൽ ഉണ്ടെന്ന് കാണിക്കുക വെച്ചാൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏതൊക്കെ CIs നമ്മൾ എടുക്കണം എന്നാണ് നമ്മൾ കാണിക്കേണ്ടത്. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ C2 എന്തായാലും B എടുത്താൽ മതി. ഓക്കെ, ഫൈൻ. ഇനി C1 ഒക്കെ എന്താ അതിനെ ഇപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഈ ഇക്വേഷൻ C1 C4 നമുക്ക് എന്ത് എഴുതാം? A മൈനസ് C1 എഴുതാം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? C3 നമുക്ക് ഇതിൽ നിന്ന് C3 C മൈനസ് C4 എന്ന് കിട്ടും അല്ലേ?
അപ്പം എന്നിട്ട് C4 നമുക്ക് A മൈനസ് C1 എന്ന് കൊടുക്കാം. അപ്പം എന്ത് കിട്ടി? C മൈനസ് A മൈനസ് C1 എന്ന് കൊടുക്കാം. ഓക്കെ. ഇത് സി ഇത് നമ്മളെ സ്മോൾ സി അല്ലേ? സ്മോൾ സി ആണ് അല്ലേ? ഓക്കെ. ഇതിലിപ്പോ നമുക്ക് എന്താ കിട്ടുന്നത് ശരിക്കും? എന്തൊക്കെ കിട്ടി? അതായത് നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത 1 3 4 എന്ന വെക്ടർ വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ C2 എന്തെടുക്കണം? C2 നിങ്ങൾ B എടുക്കണം. B എന്നാൽ ഇവിടെ ABC ആയിട്ട് കമ്പയർ ചെയ്യാം. C2 നിങ്ങൾ 3 എടുക്കണം. ഇനി C1 എന്തെങ്കിലും എടുക്കണം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? അത് സ്പെസിഫിക് ആയിട്ട് C1 A മൈനസ് C4 ആയിരിക്കണം. എന്താ കിട്ടുന്നുണ്ടോ അവിടെ? ഇവിടെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത്? പറയൂ. C4 അതായത് നമ്മൾ ശരിക്കും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ആണോ ഇവിടെ ഉള്ളത്? അല്ലേ? ഒരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ അല്ലേ? 2 ഇക്വേഷൻസും എത്ര അൺനോൺസ് ഉണ്ട് ഇവിടെ? ഇതൊക്കെ നമ്പേഴ്സ് ആട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. മീൻസ് ഇതൊക്കെ വേരിയബിൾസ് ആണ്. ഇതൊക്കെ നമ്മൾ ഈ ABC ഫിക്സ് ചെയ്തൊക്കെ നമുക്ക് എക്സാക്ട് നമ്പേഴ്സ് കിട്ടുമല്ലോ. അപ്പം ഇവിടെ C1 C4 C3 ഇതെല്ലാം വേരിയബിൾസ് ആണ്. ഇപ്പൊ 2 ഇക്വേഷൻസും 3 അൺനോൺസും ഇവിടെ ഉണ്ട് അല്ലേ? അപ്പൊ ഈ ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ എന്താ കിട്ടുക? നമുക്ക് ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ എ ബി സി ജനറേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് CIs കാണിക്കണം. അത് നമ്മളെ എയിം അത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ കുറച്ചും കൂടി സിമ്പിൾ ആയിട്ട് നമുക്ക് കാണിക്കാം. ഇവിടെ ഞാൻ സപ്പോസ് ഞാൻ C1 ഞാൻ ഒരു ആർബിട്രറി നമ്പർ T ചൂസ് ചെയ്യാൻ വിചാരിച്ചോളൂ. ഓക്കെ, എന്തെങ്കിലും ഒരു നമ്പർ, ഒരു റിയൽ നമ്പർ T ചൂസ് ചെയ്യാൻ വിചാരിച്ചോളൂ. ഓക്കെ, C1 ഞാൻ ഒരു ആർബിട്രറി നമ്പർ T ചൂസ് ചെയ്യാന്ന് വിചാരിക്കാം. അങ്ങനെ C4 എന്താ വരിക? ഇവിടെ നമുക്ക് C4 എന്ത് കിട്ടും? C4 എന്ന A മൈനസ് T ചൂസ് ചെയ്യണമെന്ന് കിട്ടും അല്ലേ? C1 ഞാൻ T ചൂസ് ചെയ്തു. C2 നമുക്ക് ഓൾറെഡി അറിയാം 3 എടുക്കണം, BN എടുക്കണം. C1 നമ്മൾ T ചൂസ് ചെയ്യുകയാണെങ്കിൽ C4 നമുക്ക് A മൈനസ് T എന്ന് കിട്ടും. C4 A മൈനസ് T എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് C3 കിട്ടും. C3 എന്താ? ഇവിടെ C മൈനസ് A പ്ലസ് T എന്ന് കിട്ടും അല്ലേ? C മൈനസ് A പ്ലസ് T ചൂസ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഞാനൊരു കാര്യം ചെയ്യാം. Tക്ക് ഞാനൊരു എന്താ കൊടുക്കാം? നമുക്കൊരു സിമ്പിൾ ആയിട്ട് നമ്പർ കൊടുക്കാം. Tക്ക് നമുക്ക് 0 കൊടുത്തു നോക്കാം. അപ്പൊ ഞാൻ Tക്ക് ഞാൻ 0 കൊടുത്തു. അപ്പൊ Tക്ക് 0 കൊടുത്ത അതിന്റെ മീനിങ് എന്താ? C1 0 ആയി. ഓക്കെ, C1 0 ആയി. റെഡ് കളറിലാണ്. ഒരു മിനിറ്റ്. അപ്പൊ നമ്മൾ Tക്ക് നമ്മൾ 0 കൊടുത്തു. അപ്പം ഫിക്സ് ആയത് C1 നമ്മൾ 0 എടുത്താൽ മതി. ഓക്കെ, C2 എന്തായാലും B ആയേ പറ്റൂ. അത് കമ്പൽസറി C2 B തന്നെയാണ്, മാറ്റമൊന്നുമില്ല. പിന്നെ C3 എവിടെ? C3 പറഞ്ഞാൽ C മൈനസ് A പ്ലസ് T. C3 എന്ന് പറഞ്ഞാൽ C മൈനസ് A പ്ലസ് T. T നമ്മൾ എന്തെടുത്ത് 0 എടുത്തു. അപ്പൊ C മൈനസ് A എന്ന് വരും C3 അല്ലേ? പ്ലസ് T പറയുമ്പോൾ പ്ലസ് 0, അതായത് C മൈനസ് A എടുക്കുക. പിന്നെ C4 അല്ല ബാക്കിയുള്ളത്? C4 എന്താ എടുക്കുക? C4 പറഞ്ഞാൽ A മൈനസ് C1, അതായത് A മൈനസ് T എടുക്കുക. അതായത് T എന്നാൽ അവിടെ 0 ആണ്. അപ്പം നമുക്ക് A മൈനസ് 0 A എന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് നോക്കാം. ഈ C1 0, C2 B, C3ക്ക് C മൈനസ് A, C4 A കൊടുത്താൽ നമുക്ക് ഇത് കിട്ടും അവിടെ. നോക്കാം. അതായത് നമുക്ക് C1 നമ്മൾ 0 കൊടുക്കണം. നമുക്ക് C1 0 കൊടുക്കാം. C1 ഞാൻ 0 എടുത്തു. C2 വേണ്ട. ഇതിനൊക്കെ നമ്മൾ വാല്യൂസ് കൊടുക്കാൻ പോവാണ്. ഓക്കെ, C2 നമ്മൾ എന്ത് കൊടുക്കാൻ പോകണം? B കൊടുത്തു. C3 എന്ത് കൊടുത്തു നമ്മളിവിടെ? C മൈനസ് A. C3 പറഞ്ഞാൽ C മൈനസ് A കൊടുക്കുക. C4 എന്ന് പറഞ്ഞാൽ A കൊടുക്കുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക നോക്കാം. അപ്പം ഈ വെക്ടർ നമ്മളിപ്പോൾ എഴുതിയ ഈ വെക്ടർ എന്ന് പറഞ്ഞാൽ 0 ഫസ്റ്റ് കോർഡിനേറ്റ് നോക്കാം. 0 × 1 0 പ്ലസ് B × 0 0, C മൈനസ് A × 0 0, A × 1 A. അപ്പൊ ഫസ്റ്റ് എലിമെന്റ് ഓക്കെ A, നമുക്ക് വേണ്ട A തന്നെ കിട്ടുന്നുണ്ട്. ഇനി
സെക്കൻഡ് 0 ടൈംസ് 0 പ്ലസ് ബി ടൈംസ് 1, അപ്പോൾ ബി ആയി, പ്ലസ് സി മൈനസ് എ ടൈംസ് 0, ഓക്കെ, പ്ലസ് എ ടൈംസ് 0. അപ്പോൾ എന്ത് പറ്റി? ബി എന്ന് കിട്ടി അല്ലേ? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ ബി ആഡ് ചെയ്താൽ ബി എന്ന് കിട്ടും. അവസാനത്തതോ 0 ടൈംസ് 0 0 പ്ലസ് ബി ടൈംസ് 0, അതും 0, സി മൈനസ് എ ടൈംസ് 1, സി മൈനസ് എ ടൈംസ് 1 പ്ലസ് എ ടൈംസ് 1, എ ടൈംസ് 1, അതെന്താ വരിക? സി മൈനസ് എ പ്ലസ് എ, അതായത് സി കിട്ടും. അപ്പോൾ നമുക്ക് എ ബി സി എന്ന് കിട്ടി അല്ലേ? അതായത് നിങ്ങൾ ജനറൽ ആയിട്ട് ഏത് എ ബി സി എനിക്ക് തന്നാലും എനിക്ക് അറിയാം ഞാൻ എന്ത് ചൂസ് ചെയ്യണം. അതായത് C1 C2 C3 C4 ഞാൻ എന്ത് ചൂസ് ചെയ്താലാണ് എനിക്ക് ആ എ ബി സിനെ ഈ വെക്ടേഴ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുക എന്ന് എനിക്ക് കിട്ടിയില്ലേ? നമുക്കിവിടെ കിട്ടിയില്ലേ? ജനറൽ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ? ഇപ്പൊ നിങ്ങൾ നേരത്തെ എടുത്ത 1 3 4 എടുത്താൽ നിങ്ങൾക്ക് കറസ്പോണ്ടിങ് കാര്യം ഇവിടെ കാണാം. ഏതൊക്കെയാ നമ്മൾ C1 C2 C3 C4 എടുക്കേണ്ടത് നമുക്ക് കിട്ടും. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ നമ്മുടെ കയ്യിൽ നമ്മൾ ടിക്ക് 0 കൊടുത്തപ്പോൾ നമുക്കൊരു സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടിയില്ലേ? ഇപ്പൊ ടി നിങ്ങൾ 1 കൊടുത്തോളൂ, ടി 1 കൊടുത്താൽ നമുക്ക് വേറെ സെറ്റ് ഓഫ് വാല്യൂസ് കിട്ടും, അതും വർക്ക് ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരുപാട് ടി വാല്യൂസ് നമുക്ക് ഇവിടെ വർക്ക് ചെയ്യും. ഇപ്പൊ ടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്താ പറയാ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് C1 C2 C3 C4 കിട്ടും. അപ്പൊ അതിനൊക്കെ ലീനിയർ കോമ്പിനേഷൻസ് ആയിട്ട് നമുക്ക് ഈ ജനറൽ വെക്ടറിനെ എഴുതാൻ പറ്റുന്ന മീനിങ്. അപ്പൊ നമുക്കിപ്പം നമുക്കൊരു സാധനം കിട്ടി. അതായത് ഏതൊരു എ ബി സി നിങ്ങൾ എടുത്താലും നമുക്ക് ഒരു സെറ്റ് ഓഫ് CIs കിട്ടി, C1 C2 C3 C4, ഫോർ വിച്ച് ദ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ്, ഈ 4 വെക്ടേഴ്സ് എന്നാൽ നമുക്ക് എ ബി സി ആയിട്ട് കിട്ടും അല്ലെ? എ ബി സിനെ നമുക്ക് ഈ 4 വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷനാക്കി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള CIs നമുക്ക് കിട്ടി. അപ്പൊ അതിന്റെ മീനിങ് എന്താ വെച്ചാൽ സ്പാൻ ഓഫ് എസ് എന്ന് പറഞ്ഞെങ്കിൽ ഈ ഫുൾ ഓഫ് R3 തന്നെയാണ് അല്ലെ? ഫുൾ ഓഫ് R3 എന്നല്ല ശരിക്കും പറയാം. എന്താ പറയാ അവിടെ? ഈ എലിമെന്റ്സിന്റെ സ്പാൻ നമ്മൾ എടുത്താൽ R3 എന്തായാലും അതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ് അല്ലേ? R3 എന്തായാലും അതിൻ്റെ അകത്ത് കണ്ടെയ്ൻഡ് ആണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ വർക്ക് ഇതായിരുന്നു. നമ്മളിപ്പോ ഈ എടുത്ത 4 എലിമെന്റ്സ് അടങ്ങുന്ന ഈ സെറ്റ് ബേസിസ് ആണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം ഇനി ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യണം. എങ്ങനെ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ചെക്ക് ചെയ്യാം? നിങ്ങൾക്കറിയാം, നമ്മളത് ചെയ്തിട്ടുണ്ട്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ ആ ലീനിയർ കോമ്പിനേഷൻ 0 ഇക്വേറ്റ് ചെയ്തിട്ട് എല്ലാ CIസും കമ്പൽസറി 0 ആണെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണ് നമുക്ക് പറയാം അതൊരു ബേസിസ് ആണെന്ന് പറയാം. അല്ല, പ്ലസ് C4 ടൈംസ് 101 ഈക്വൽ ടു 0 0 0 നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? C1 ഇൻറ്റു 0 പ്ലസ് C2 ഇൻറ്റു 0 പ്ലസ് C3 ഇൻറ്റു 0 പ്ലസ് C4 ഈക്വൽ ടു 0. നേരത്തെ കിട്ടിയ ഇക്വേഷൻസ് ഉണ്ട്. C1 പ്ലസ് C4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. രണ്ടാമത്തെ സെറ്റ് എന്താ വരിക? C2 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ലാസ്റ്റ് വരിക C1 C2 C3 പ്ലസ് C4, C3 പ്ലസ് C4 0 എന്ന് കിട്ടും അല്ല? എങ്ങനെയല്ലേ കിട്ടാം? ശരിയല്ലേ? ജസ്റ്റ് ഇക്വേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായാലും C2 കമ്പൽസറി 0 ആയി പോകും. പക്ഷെ ബാക്കി നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? C1 പ്ലസ് C4 0 ആയാൽ മതി, C3 പ്ലസ് C4 0 ആയാൽ മതി. ഇത് സംഭവിക്കണമെങ്കിൽ കമ്പൽസറി C1 C3 ആൻഡ് C4 0 ആവണമെന്നുണ്ടോ? ഇത് നമ്മൾ ജസ്റ്റ് സോൾവ് ചെയ്തൊക്കെ എന്താ കിട്ടുക? ജസ്റ്റ് ഈ ഇക്വേഷൻ ആവണമെന്നില്ല. ഈ ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്യണം. എന്താ വരിക? C1 മൈനസ് C3 പ്ലസ് C4 മൈനസ് C4 0 ഈക്വൽ ടു 0. അതായത് C1 മൈനസ് C3 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതിന് മീനിങ് എന്താ? C1 ഈക്വൽ ടു C3 എന്ന് കിട്ടും അല്ലെ? C1 ഈക്വൽ ടു C3 എന്ന് കിട്ടും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ C1ഉം C3 നിങ്ങൾ സെയിം എലിമെന്റ് എടുത്തോളൂ. സെയിം എലിമെന്റ് എടുക്കാം നമുക്ക്. അതായത് 1 1 എടുക്കാം. പക്ഷെ C2 കമ്പൽസറി 0 ആയേ പറ്റൂ അല്ലേ? C1ഉം C3യും സെയിം ആയി. അപ്പൊ C4 എന്താ വരിക? കേൾക്കുന്നുണ്ടോ? C1ഉം C3യും 0 ആയി. ഇനി സോറി, C2 0 ആയി. C1ഉം C3യും നമുക്ക് എന്ത് സെയിം ആയിരിക്കും. അപ്പൊ C4 എന്താ? C4നെ പറ്റി നമുക്ക് എന്താ പറയാൻ പറ്റുക? അതായത് C1 പ്ലസ് C4 എന്നാൽ 0 ആണ്. അപ്പൊ C1 എന്നാൽ മൈനസ് C4 ആയിരിക്കും അല്ലേ?
അപ്പം C3 പറഞ്ഞാലും -C4 ആയിരിക്കും അല്ലേ? C3 പറഞ്ഞാലും -C4 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ഇട്ട് നോക്കുമ്പോൾ നമുക്കത് ഓക്കെ ആവുന്നുണ്ടോ? അപ്പം ഇതിന്റെ അപ്പൊ ഇതിന്റെ മീനിങ് ശരിക്കും എന്താ? എല്ലാ CIസും കമ്പൽസറി 0 ആവണമെന്നുണ്ടോ? നമുക്ക് ശരിക്കും ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ ഈ കോമ്പിനേഷൻ 0 ആവുമ്പോൾ കമ്പൽസറി എല്ലാ CIസും ഇവിടെ സീറോസ് കിട്ടിയേ പറ്റുന്നതാണ്. ഇവിടെ 0 ആവണമെന്നില്ല അല്ലേ? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വേറെ വാല്യൂസ് കൂടെ ചൂസ് ചെയ്യാം. അപ്പൊ C1 ഞാൻ 1 ചൂസ് ചെയ്താൽ നമുക്ക് C2 0 എടുക്കണം, പക്ഷെ C3യും C4 ഞാൻ 1 ചൂസ് ചെയ്യുകയാണെങ്കിൽ C3യും C1ഉം -1 എടുക്കണം, C2 0 എടുക്കണം. അപ്പൊ നമുക്ക് നോൺ സീറോ CIസും ശരിക്കും ഈ കോമ്പിനേഷൻ 0 ആണ് കിട്ടുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ? ഇത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ല. അപ്പം ഇത് ശരിക്കും ഈ സെക്കൻഡ് കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും എന്താ പറയാ, ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ്, ഇതൊരു ബേസിസ് അല്ല എന്ന് പറയാം. അപ്പം ഇത് ബേസിസ് അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഒരു വെക്ടർ ഇതിനെ ഒഴിവാക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ സെക്കൻഡ് ഈ ഫോർത്ത് വെക്ടർ ഞാൻ ഒഴിവാക്കുകയാണ്. ഓക്കെ, എന്നിട്ട് പുതിയ ഒരു സെറ്റ് ഫോം ചെയ്യാണ് എസ്. അപ്പൊ ഈ സെറ്റ് ഒരു ബേസിസ് ആണോ? ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട സെയിം പ്രോസസ് ആണ്. ഞാൻ ആ ബേസിസിന്റെ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കുറച്ച് എക്സാമ്പിൾസ് പറയുന്നത് കേട്ടോ. കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ തോന്നി, അതുകൊണ്ട് അസൈൻമെന്റ് നോക്കിയപ്പോൾ മൊത്തത്തിൽ എനിക്ക് നോക്കാൻ പറ്റിയില്ല, കുറച്ചൊക്കെ നോക്കി. അപ്പം കിട്ടിയ കുറച്ച് പോയിന്റ്സ് പറയാൻ നോക്കുന്നത്. അപ്പൊ ഇത് ബേസിസ് ആണോ ശരിക്കും? ഇത് ബേസിസ് ആണ്. ഇത് ബേസിസ് ആണ്. കാരണം ഇതിന്റെ നമ്മൾ ഏത് ജനറൽ വെക്ടർ ABC എടുത്താലും നമുക്ക് C1 ടൈംസ് 100 പ്ലസ് C2 ടൈംസ് 010 പ്ലസ് C3 ടൈംസ് 001 എന്ന് പറഞ്ഞാൽ ഈ സെറ്റിന്റെ ഈ എലിമെന്റ്സിന്റെ സ്പാനിൽ, ഈ എസിന്റെ സ്പാനിൽ ഏത് ജനറൽ വെക്ടർ ഉണ്ടോ എന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് CA ചൂസ് ചെയ്യണം എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ ശരിക്കും നിങ്ങൾ എന്ത് ചെയ്യണം? C1 Aയും C2 Bയും C3 Cയും ചൂസ് ചെയ്താൽ മതി അല്ലെ? അതായത് 1 3 4 നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ C1 1 എടുക്കുക, C2 നിങ്ങൾ 3 എടുക്കുക, C3 നിങ്ങൾ 4 എടുക്കുക. അങ്ങനെ എടുത്താൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി 1 3 4 എവിടെ ഉണ്ട്? ഈ സ്പാനിൽ ഉണ്ട് കിട്ടും, സ്പാൻ ഓഫ് എസിൽ ഉണ്ട് അല്ലെ? ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. അതുപോലെ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ? അതും ഡയറക്റ്റ് ആണ് അല്ലെ? നമ്മൾ ഓൾറെഡി നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അതുകൊണ്ട് എന്താ പറ്റുക? ഇതൊരു ബേസിസ് ആയി മാറും. ഇത് ശരിക്കും ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. ഇനി ഞാൻ വേറൊരു സെറ്റ് തരാം. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പായി ബേസിസിൽ, അപ്പൊ ഈ ഒരു നമുക്കൊരു ബേസിസ് കിട്ടി, ഈ R3/Rന്റെ അതിൽ 3 എലിമെന്റ്സ് ഉള്ളൂ. അപ്പൊ നിങ്ങൾ R3/Rന്റെ വേറൊരു ബേസ് എടുക്കുക, അതിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? എത്ര എലിമെന്റ്സ് ഉണ്ടാവും? ബേസിസ് യുണീക്ക് അല്ല, ഒന്ന് കൂടുതൽ ബേസിസ് നമുക്ക് കിട്ടും. നിങ്ങൾ വേറൊരു ബേസ് ലെസ് ദാൻ ഈക്വൽ ടു ആണോ വരിക, അതോ സെയിം തന്നെയാണോ വരിക? നമ്മൾ ഇന്നലെ അങ്ങനത്തെ ക്ലാസ് റിസൾട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതായത് if V is a finite dimensional vector space, then any two bases of V have same finite number of elements. നമ്മൾ അത് റിസൾട്ട് ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ ഏത് ബേസ് എടുക്കുകയാണെങ്കിലും അതിൽ ശരിക്കും എക്സാക്ട്ലി ഇപ്പൊ ഇതിലിപ്പോ 3 കിട്ടിയ, അപ്പൊ ഇതിൽ നിങ്ങൾ വേറെ ഏത് ബേസ് ആയാലും 3 എലിമെന്റ്സ് തന്നെ ഉണ്ടാവുള്ളൂ, സെയിം അവർ. അതാണ് റിസൾട്ട്. ഒരു കൊറോളറി പറയുന്നത് തിയറം നമ്മൾ ഡിസ്കസ് ചെയ്തതിന്റെ കൊറോളറി വരുന്നതാണ്. അപ്പം ഇവിടെ ഞാൻ വേറൊരു സെറ്റ് എടുക്കുകയാണ്, S1 1 1 0 1 1 1 1 0 0 1 0 0. ഓക്കെ, ഈ സെറ്റ് ബേസിസ് ആണോ? ഈ സെറ്റ് ബേസിസ് ആകും? R3/Rന്റെ ഒരു ബേസിസ് ആകും എന്നാണ് ചോദ്യം. R3/Rന്റെ ഒരു ബേസിസ് ആകുമോ എന്നാണ് ചോദ്യം. അപ്പൊ ഇത് ബേസ് ആണോ ചെക്ക് ചെയ്യണം? നിങ്ങൾ എന്ത് ചെക്ക് ചെയ്യണം? ഇത് സ്പാൻ ചെയ്യോ ചെക്ക് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ
ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പോൾ ഇതിന്റെ സ്പാൻ ഓഫ് S1 എന്നാൽ ശരിക്കും ഫുൾ ഓഫ് R3 ആണോ ചെക്ക് ചെയ്യണം നമ്മൾ. അതായത് ഈ എലിമെന്റ്സിന് എല്ലാ ലീനിയർ കോമ്പിനേഷൻസ് എടുത്താലും നമുക്ക് ഫുൾ ഓഫ് R3 കിട്ടുമോ ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് നമ്മൾ ജനറൽ ആയിട്ട് ഒരു ABC എടുക്കുക, എന്നിട്ട് നമ്മൾ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ടേംസിൽ എഴുതുക, എന്നിട്ട് നമ്മൾ എയും ബിയും സിയും എന്ത് ചൂസ് ചെയ്താൽ മതിയും നമ്മൾ അതിൻ്റെ അകത്ത് നിന്ന് കണ്ടുപിടിച്ച് കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് ഏത് എലിമെന്റ് ABC എടുത്താലും ഈ C1ഉം ഈ C2ഉം ഈ C3 എടുത്താൽ മതി, അപ്പോൾ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന കിട്ടും. അപ്പോൾ ഇവിടുന്ന് ഇപ്പം എന്താ കിട്ടുക, ഇവിടെ 3 ഇക്വേഷൻസാണ് കിട്ടുക. അതായത് ഇപ്പം ഇത് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3 ഈക്വൽ ടു A എന്ന് കിട്ടും. സെക്കൻഡ് സെറ്റ് പറഞ്ഞാൽ C1 ഇൻറ്റു 1 C2 ഇൻറ്റു 2 പ്ലസ് C3 ഇൻറ്റു 0, അതായത് C1 പ്ലസ് C2 ഈക്വൽ ടു B എന്ന് കിട്ടും. പിന്നെ ലാസ്റ്റ് C1 ഇൻറ്റു 0 C2 ഇൻറ്റു 1 C3 ഇൻറ്റു 0, അപ്പം C2 ഈക്വൽ ടു C എന്നും കിട്ടും. ശരിയല്ലേ. ഇത് ഇക്വേഷൻ സെറ്റ്സ് ജസ്റ്റ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് ഇക്വേറ്റ് ചെയ്യണം, കോർഡിനേറ്റ് വൈസ് ഇക്വേറ്റ് ചെയ്യണം. അങ്ങനെ തന്നെ കിട്ടുക C1 ഏത് തെറ്റില്ലല്ലോ, C1 പ്ലസ് C2 പ്ലസ് C3 ഈക്വൽ ടു A എന്ന് കിട്ടും. C1 ടൈംസ് 1 പ്ലസ് C2 ടൈംസ് 1 പ്ലസ് C3 ടൈംസ് 0 എന്നാൽ C1 പ്ലസ് C2, ഇത് B ആയിരിക്കണം. അതുപോലെ C1 ടൈംസ് 0 പ്ലസ് C2 ടൈംസ് 1 പ്ലസ് C3 ടൈംസ് 0 എന്ന് പറഞ്ഞാൽ C ആയിരിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് കിട്ടി, C2 C ആണ് ഓൾറെഡി കിട്ടി. അപ്പോൾ C2 C ആണെങ്കിൽ C1 എന്താ വരിക, B മൈനസ് C2. ഈ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ കിട്ടും, B മൈനസ് C2 എന്ന് കിട്ടും. അപ്പം C2 ഓൾറെഡി C ആണ്, അങ്ങനെയാണെങ്കിൽ C1 എന്താവും, B മൈനസ് C ആവും. ഇനി നിങ്ങൾക്ക് C2ഉം കിട്ടി C1ഉം കിട്ടി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻ്റെ അകത്ത് നിന്ന് C3 എന്താണെന്ന് എഴുതാം. അപ്പം C3 എന്താ വരിക, C3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് കിട്ടുക A മൈനസ് C1 പ്ലസ് C2 എന്ന് കിട്ടും. അപ്പം A മൈനസ് C1 എന്ന് പറഞ്ഞാൽ B മൈനസ് C പ്ലസ് C2 എന്ന് പറഞ്ഞാൽ C. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, A മൈനസ് B എന്ന് കിട്ടും അല്ലേ. C3 നമുക്ക് A മൈനസ് B എന്ന് കിട്ടും. ശരിയല്ലേ ചെയ്ത്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, C1 നിങ്ങൾ ഏതൊരു ജനറൽ വെക്ടർ നിങ്ങൾ എനിക്ക് തന്നാലും ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ C1 ഞാൻ B അതിലുള്ള ഈ ബിയും സിയും ആ B മൈനസ് C എടുത്തിട്ട് ഞാൻ C1 ആക്കും. പിന്നെ C2 എപ്പോഴും ഞാൻ C തന്നെ, ഈ തേർഡ് കോർഡിനേറ്റ് എന്താണോ അതന്നെ ഞാൻ C2 C ആയി ചൂസ് ചെയ്യും. C3 ഞാൻ എപ്പോഴും A മൈനസ് B ആയി ചൂസ് ചെയ്യും. ഓക്കെ, അതായത് നിങ്ങൾ എനിക്ക് 1 3 4 തരികയാണെങ്കിൽ ഞാൻ C1 എന്ന് പറഞ്ഞാൽ B മൈനസ് C, 3 മൈനസ് 4. C1 ഞാൻ -1 ചൂസ് ചെയ്യും. C2 ഞാൻ എന്താ ചൂസ് ചെയ്യുക, C ആയിട്ടാണ്, C പറഞ്ഞാൽ 4 ആയി ചൂസ് ചെയ്യും. C3 എന്താണ്, C3 പറഞ്ഞാൽ A മൈനസ് B 1 മൈനസ് 3, അതായത് -2 ആയിട്ട് ഞാൻ ചൂസ് ചെയ്യും. അപ്പോൾ എനിക്കിവിടെ കൃത്യമായി പറയാൻ പറ്റുന്നുണ്ട് ഏതൊക്കെ C1 C2 C3 എടുത്താൽ എനിക്ക് 1 3 4 ഈ സ്പാൻ ഓഫ് എസ് ഉണ്ടെന്ന് കാണിക്കാൻ പറ്റുന്നു. അപ്പോൾ ഇൻ ജനറൽ ഞാൻ ഏത് ABC എന്ന വെക്ടർ എടുത്താലും എനിക്ക് ക്ലിയർലി പറയാൻ പറ്റും ഇതാണ് എൻ്റെ C1, ഇതാണ് എൻ്റെ C2, ഇതാണ് എൻ്റെ C3. അതായത് അതിന്റെ മീനിങ് വെച്ചാൽ ഏത് വെക്ടർ നിങ്ങൾ എടുത്താലും അത് ഈ സ്പാൻ ഓഫ് എസ് ഉണ്ടെന്ന് അതിന്റെ മീനിങ് അല്ലേ. നമുക്ക് എന്താ കിട്ടുക, സ്പാൻ ഓഫ് ഈ സെറ്റ് എന്ന് പറഞ്ഞാൽ മൊത്തം നമുക്ക് ഇതിന്റെ R3 തന്നെ കിട്ടും. സ്പാൻ ഓഫ് എസ് എന്ന് നമുക്ക് R3 തന്നെ കിട്ടും. പിന്നെ ഇനി നോക്കട്ടെ വെച്ചാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന എന്താണ്, ലീനിയർ കോമ്പിനേഷൻ എടുക്കുക, ഈക്വൽ ടു 0 നമ്മൾ അസ്യൂം ചെയ്യും അല്ല ഈ 3 വെക്ടേഴ്സിൻ്റെയും. അപ്പം നമ്മളെ ആ 3 സെറ്റ് ഓഫ് ഇക്വേഷൻസ് എന്തൊക്കെയാവും സെറ്റ് ഓഫ് ഇക്വേഷൻ, അതായത് C1 ടൈംസ് ഫസ്റ്റ് വെക്ടർ പ്ലസ് C2 ടൈംസ് സെക്കൻഡ് വെക്ടർ പ്ലസ് C3 ടൈംസ് തേർഡ് വെക്ടർ ഈക്വൽ ടു 0 അസ്യൂം ചെയ്യുക. എന്നിട്ട് C1 C2 C3 കമ്പൽസറി 0 ആണോ നോക്കുക, അത്രേ ഉള്ളൂ. അങ്ങനെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്ന്. അപ്പോൾ ഈ കേസിൽ ആ ഇക്വേഷൻസ് തന്നെ തന്നെ വരിക, ഇപ്പുറത്ത് എല്ലാം 0 ആയി പോകും, അത്ര വ്യത്യാസം വരുള്ളൂ അല്ലേ. ഇതുകൊണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ C1 ഇൻറ്റു 1 പ്ലസ് C2 ഇൻറ്റു 1 പ്ലസ് C3 ഇൻറ്റു 1 0 എന്നാൽ C1 പ്ലസ് C2 പ്ലസ് C3 0 എന്നാണ് അല്ലേ. അപ്പം ഈ സെറ്റ് ഓഫ് ഇക്വേഷൻസ് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കും. C2 0 കമ്പൽസറി, അപ്പോൾ C1 പ്ലസ് C2 0 ആവണം. C2 0 ആണെങ്കിൽ C1 എന്താണ്, മൈനസ് C2 ആവണം. C2 ഓൾറെഡി 0 ആണ്, അപ്പം -0 ആകുമ്പോൾ C1 0 ആയേ പറ്റും. ഇനി C2ഉം C1ഉം 0 ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും, ഞാൻ തൊട്ടുമ്പോ ചെയ്യുന്ന മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ, ഞാൻ എറേസ് ചെയ്ത കണ്ടന്റിൽ നമ്മൾ ഏതെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിരുന്നോ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് നമുക്ക് C1 മൈനസ് C2 കിട്ടും. അപ്പൊ ഇതിന്റെ അകത്ത് C3 എന്ത് കിട്ടും, C3 എന്ത് കിട്ടും, C1 C2 നമുക്ക് 0 കിട്ടും. C3 പറഞ്ഞാൽ -C1 -C2 ആണ്, അപ്പൊ 0 തന്നെ കിട്ടും. അപ്പോൾ ഇവിടെ കമ്പൽസറി നമുക്ക് എന്താ പറയാം,
ഈ എലിമെന്റ്സ് അത് C1 C2 C3 എന്തായാലും 0 ആയേ പറ്റൂ എന്നാണ് കിട്ടുന്നത്. അതിന് മീനിങ് ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ആരത് അപ്പം നമ്മൾ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ് നമുക്ക് കിട്ടും. S1 നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ് കിട്ടും. ഇതൊരു ബേസിസ്, ഇത് വേറൊരു ബേസിസ് ആണ് കിട്ടി അല്ലേ. അപ്പം അതായത് ഒരു പെർട്ടിക്കുലർ വെക്ടർ സ്പേസിന്റെ ബേസിസ് യുണീക്ക് ആയിരിക്കില്ല, അതിന് ഒന്ന് കൂടുതൽ ബേസിസ് ഉണ്ടാവും. ഓക്കെ, ബേസിസ് ഉള്ളതിന്റെ എലിമെന്റ്സിന്റെ എണ്ണം സെയിം ആയിരിക്കും. ഡയമെൻഷൻസ് ഫൈനൈറ്റ് ഡയമെൻഷൻ ആണെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ആയിരിക്കും ഇതിന്റെ ഇത് വരിക. ഇപ്പം നിങ്ങൾ P3 ഓഫ് എക്സ് എടുക്കാന്ന് വിചാരിച്ചോളൂ. ഇതിന്റെ ഒരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് ഈ 1x x² എന്ന പോളിനോമിയൽസ്. P3 of x ആണ് സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി അറ്റ്മോസ്റ്റ് 3 ആണ്. അറ്റ്മോസ്റ്റ് 3 അതായത് 3 വരെ ഡിഗ്രി വരാം. 0 1 2 3 ഏത് ഡിഗ്രിയിലെ പോളിനോമിയൽസ് വേണമെങ്കിലും P3 of x വരാം. അപ്പം ഓവർ സം ഫീൽഡ്, ഒരു ഫീൽഡ് മോഡ് എടുക്കുക നമ്മൾ. ഇൻ ജനറൽ ഒരു ഫീൽഡ് എഫ് എടുക്കുക, അല്ലെങ്കിൽ R എടുക്കുകയാണെങ്കിൽ R എടുക്കാം, ഫീൽഡായിട്ട് R എടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇതാണ് എൻ്റെ ബേസിസ് വരിക. 1x x² ആണ് ബേസിസ് വരിക. ഞാൻ ഈ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. എന്താ ബേസിസ് വരിക? P3 of x എന്ന് പറയുന്ന സെറ്റിന്റെ ബേസിസ് പറഞ്ഞാൽ P3 of x പറഞ്ഞാൽ അതിലുള്ള എല്ലാം പോളിനോമിയൽസ് ആണ്, ഒരുപാട് പോളിനോമിയൽസ് ഉണ്ട്. ആ പോളിനോമിയൽസിന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ ഡിഗ്രി അറ്റ്മോസ്റ്റ് 3 ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ എല്ലാ പോളിനോമിയൽസിനെയും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂന്നല്ല കുറച്ച് എലിമെന്റ്സ് ആയിരിക്കണം. അതായത് സ്പാൻ ഓഫ് ആ സെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് ആ സ്പേസ് കിട്ടും വേണം. ആ സെറ്റിലെ എലിമെന്റ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും വേണം. അപ്പോഴാണ് നമ്മളത് ബേസിസ് എന്ന് വിളിക്കാം. ഈ കേസ് നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത് ശരിക്കും ഇതിന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. 4 എലിമെന്റ്സ് ഉണ്ടാവുക. Pn of x ന്റെ ബേസിസിൽ n+1 എലിമെന്റ്സ് ഉണ്ടാവും. അപ്പം ഇവിടെ ഉള്ളത് ഈ 4 പോളിനോമിയൽസ് ആണ് P3 of x ന്റെ ഒരു ബേസിസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത് ബേസ് ആണ് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ഇൻ ജനറൽ P3 of x എന്ന് പറഞ്ഞാൽ അതിലുള്ള ഏത് പോളിനോമിയൽ എടുത്താലും അതിന്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ ഈ ഫോമിലായിരിക്കും അല്ല. ഏതൊരു പോളിനോമിയൽ എടുത്താലും ഈ P3 of x ഡിഗ്രി അറ്റ്മോസ്റ്റ് 3 ആയിരിക്കും. ഈ as ഒക്കെ മാറി വരാം, നെഗറ്റീവ് ആവാം, 0 ആവാം. ഫോർ എക്സാമ്പിൾ x⁻³ എന്നൊരു പോളിനോമിയൽ ഉണ്ട്, അത് ഇതിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ അതിന്റെ മീനിങ് എന്താ? a0 0 എടുക്കണം, a1 0 എടുക്കണം, a2 0 എടുക്കണം, a3 1 എടുക്കണം. അപ്പോൾ എന്താവും? നമുക്ക് x3 എന്ന പോളിനോമിയൽ കിട്ടും. അപ്പോൾ എനിക്കിപ്പം x² - x⁴ അല്ലെങ്കിൽ 5x⁴ എന്ന പോളിനോമിയൽ കിട്ടണമെങ്കിൽ, സോറി x⁴ ഇല്ല, നമുക്ക് തേർഡ് ഡിഗ്രി വരുമല്ലോ അല്ലേ, 5x³ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചൂസ് ചെയ്യണം? a0 എനിക്ക് എന്ത് ചൂസ് ചെയ്യണം? 0 ചൂസ് ചെയ്യണം. a1 ഞാൻ 0 ചൂസ് ചെയ്യണം. x² a2 ഞാൻ 1 ചൂസ് ചെയ്യണം. അപ്പോൾ ഇത് 1 × x² ആണ്. അതുപോലെ a3 ഞാൻ എന്ത് ചൂസ് ചെയ്യണം? -5 ചൂസ് ചെയ്യണം. അപ്പോൾ എന്തായി? ഈ വെക്ടറും ഈ ഒരു ഫോമിൽ തന്നെയാണ്. അപ്പോൾ P3 of x എന്ന ഒരു പോളിനോമിയൽസിന്റെ കളക്ഷൻ ആ വെക്ടർ സ്പേസിൽ ഏത് ജനറൽ വെക്ടറിന്റെ ഫോം ഈ ഫോമിലാണ്. ഇത് ജനറൽ ഫോം. അപ്പോൾ ഇതിന്റെ അപ്പം ഇതൊരു ബേസിസ് ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഈ 4 എലിമെന്റ്സിന്റെ ലീനിയർ കോമ്പിനേഷൻ, അത് സ്പാൻ ഓഫ് ദിസ് സെറ്റ് ആയിട്ട് നമുക്ക് P3 of x കാണിക്കണം ആദ്യം. അതായത് ഇതിലുള്ള ഏത് അപ്പൊ നേരത്തെ നമ്മൾ ABC എടുത്തു അവിടെ, കാരണം ABC പറഞ്ഞത് അവിടുത്തെ ഒരു ജനറൽ എലിമെന്റ് ആയിരുന്നു, R3 ഒരു 3 ട്രിപ്പിൾ ആയിരുന്നു. ഇവിടുത്തെ ജനറൽ എലിമെന്റ് പറഞ്ഞാൽ ഒരു പോളിനോമിയലാണ്. അപ്പൊ ഏതൊരു പോളിനോമിയൽ എടുത്താലും ആ പോളിനോമിയൽ ഈ 4 ലീനിയർ കോമ്പിനേഷനാക്കി നമുക്ക് എഴുതാൻ പറ്റണം. അത് C1 × 1 പ്ലസ് C2 × x പ്ലസ് C3 × x² പ്ലസ് C4 × x³. അപ്പം അതായത് ഈ 4 വെക്ടേഴ്സ് ലീനിയർ കോമ്പിനേഷൻ. അപ്പൊ ഇങ്ങനെ ഞാൻ ഏത് പോളിനോമിയലിനെ എഴുതണമെങ്കിൽ എന്ത് ഞാൻ C1 C2 C3 C4 ചൂസ് ചെയ്യണമെന്ന് ചോദ്യമുണ്ട്. അതിന് ജസ്റ്റ് ഇത് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കിട്ടുക? C1 × 1, 1ന്റെ കോഎഫിഷ്യന്റ് എന്താ വരിക അവിടെ? ഇവിടെ a0 എന്ന് പറഞ്ഞാൽ a0 × 1 ആണ്. അപ്പം C1 എന്തായി ചൂസ് ചെയ്താൽ മതി? C1 ഞാൻ a0 ആയിട്ട് ചൂസ് ചെയ്താൽ മതി. C2 ഞാൻ എന്ത് ചൂസ് ചെയ്യണം? എക്സിന്റെ ടേംസ് കമ്പയർ ചെയ്യാം. C2 ഞാൻ a1 ആയിട്ട് ചൂസ് ചെയ്താൽ മതി. C3 × x², ഇവിടെ x² a2 ആണ്. അപ്പോൾ C3 ഞാൻ a2 ആയി ചൂസ് ചെയ്താൽ മതി. C4 അതുപോലെ ഞാൻ a3 ആയിട്ട് ചൂസ് ചെയ്താൽ മതി. അതെനിക്ക് ഈ വെക്ടർ കിട്ടണം എന്ന് വിചാരിക്കും സപ്പോസ്. അപ്പോൾ ഇതെന്താണ്? x² - 5x³ ആണ് ഇവിടെ എൻ്റെ എലിമെന്റ്. അപ്പോൾ ഈ വെക്ടർ എനിക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ജനറൽ ഫോമിൽ എങ്ങനെയാണ്? a0
എ നോട്ട് ഈ ഫോമിൽ ഈ ഫോമിൽ നമുക്ക് എഴുതാം. ഇവിടെ എ നോട്ട് 0 ആണ്. അപ്പോൾ 0 × 1 പ്ലസ് അല്ല വേണ്ട, ഞാൻ ആ പോളിനോമിനേറ്റ് തന്നെ എഴുതാം. ഇത് ശരിക്കും എ നോട്ട് പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ ഈ ഫോമിലാണെങ്കിൽ എന്തൊക്കെയാണ് എ നോട്ടിന്റെ വാല്യൂ? എ നോട്ടിന്റെ വാല്യൂ 0 ആണ്. a1ന്റെ വാല്യൂ എന്താ? എക്സിന്റെ ടേം ഒന്നും ഇവിടെ ഇല്ല, അപ്പം അതും 0 ആണ്. a2ന്റെ എന്താ പറയുക x²ന്റെ 1 × x² ആണ്. അപ്പം a2 പറഞ്ഞാൽ 1 ആണ്. a3 എന്താണ്? a3 പറഞ്ഞാൽ -5 ആണ് അല്ലേ? a3 പറഞ്ഞാൽ -5 ആണ്. അപ്പൊ ഞാൻ എന്ത് ചൂസ് ചെയ്യണം? ഇവിടെ ഞാൻ എന്ത് ചൂസ് ചെയ്യണം? ഈ എലിമെന്റിനെ ഞാൻ ഈ എലിമെന്റ്സിന്, അതായത് ഈ എലിമെന്റ്സിന്റെ 1x x² x³ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണമെങ്കിൽ ഞാൻ എന്ത് ചൂസ് ചെയ്താൽ മതി? ഞാൻ C1 a നോട്ടായി ചൂസ് ചെയ്യാം. a നോട്ട് എന്താ? 0 ആണ്. അപ്പൊ ഞാൻ C1 0 ചൂസ് ചെയ്തു. ഇനി C2 a1 ആയി ചൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ a1 എന്താ? a1 0 ആണ്. അപ്പൊ ഇവിടെ ഞാൻ C2 0 ചൂസ് ചെയ്യാം. ഇനി a2 1 ആയി ചൂസ് ചെയ്യാം. അതായത് C3 എന്താ ചൂസ് ചെയ്യണം? a2 ചൂസ് ചെയ്യണം. a2 പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ C3 1 ആയി ചൂസ് ചെയ്യണം. C4 അതുപോലെ a3 ആണ്, പക്ഷേ a3 -5 ആണ്. അവിടെ ഞാൻ C4 -5 ചൂസ് ചെയ്യണം. അപ്പോൾ 0 × 1 0 പ്ലസ് 0 × x is 0 പ്ലസ് 1 times x² is x² പ്ലസ് -5 times x³. സോ -5x³. അതായത് എനിക്ക് ഈ എലിമെന്റ് തന്നെ കിട്ടി. അതായത് നിങ്ങൾ ഏത് ജനറൽ എലിമെന്റ് എടുത്താലും ആ എലിമെന്റിനെ നിങ്ങൾക്ക് ഈ എലിമെന്റ്സ് ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതണമെങ്കിൽ ജസ്റ്റ് ഇതുപോലെ എടുത്താൽ മതി. ആ C1 എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ആ ഇതിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, മറ്റേത് എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, C2 പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് എടുക്കുക, C3 പറഞ്ഞാൽ x² കോഎഫിഷ്യന്റ് എടുക്കുക, ആൻഡ് സോ ഓൺ. ഓക്കെ, അപ്പോൾ ഇതൊരു ബേസിസ് ആണ്. അപ്പോൾ ഇത് സ്പാൻ ഓഫ് നമ്മൾ ഇൻഡിപെൻഡൻസ് കാണിച്ചില്ല അല്ലേ? ഇപ്പോൾ ഇതിപ്പോൾ സ്പാൻ ഓഫ് ഈ സെറ്റ് പറഞ്ഞാൽ മൊത്തം എലിമെന്റ്സുകളിലെ എല്ലാ പോളിനോമിയൽസും നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും ഈ രീതിയിൽ. ഇനിയിപ്പോൾ നമുക്ക് കാണിക്കുക ഇൻഡിപെൻഡൻസ് ആണ്. ഇൻഡിപെൻഡൻസ് എങ്ങനെ കാണിക്കാം? സം C1 ടൈംസ് 1 പ്ലസ് C2 ടൈംസ് x പ്ലസ് C3 ടൈംസ് x² പ്ലസ് C4 ടൈംസ് x³ ഈക്വൽ ടു 0 കാണിക്കണം. 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ കമ്പൽസറി എല്ലാ COSഉം 0 ആവുകയാണെങ്കിൽ നമുക്ക് ലീനിയർ ഇൻഡിപെൻഡന്റ് പറയാം. 0 പറഞ്ഞാൽ ശരിക്കും ഇവിടുത്തെ 0 എന്ന് പറഞ്ഞാൽ 0 പോളിനോമിയലാണ്. 0 പ്ലസ് 0x പ്ലസ് 0x² പ്ലസ് 0x³. നമ്മൾ ജസ്റ്റ് ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് എന്താ കിട്ടുക? എല്ലാ COSഉം 0 ആണ് ഡയറക്റ്റ് കിട്ടും. ജസ്റ്റ് അപ്പുറത്ത് രണ്ട് ഭാഗത്ത് നമ്മൾ എക്സിൻ്റെയും x²ൻ്റെയും x³ കോൺസ്റ്റന്റ് ടേംസ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എല്ലാ COSഉം കമ്പൽസറി 0 ആയേ പറ്റൂ എന്ന് കിട്ടും. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഈ സെറ്റ് 1x x² x³ ഈ സെറ്റ് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണ്. യെസ്. അപ്പൊ നമ്മൾ നേരത്തെ കാണിച്ചു സ്പാൻ ഓഫ് ഈ സെറ്റ് എന്ന് പറഞ്ഞെങ്കിൽ ഫുൾ സ്പേസ് P3 of x ആണെന്ന് കാണിച്ചു. നമ്മൾ ഇതിന്റെ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ആണെന്ന് കാണിച്ചു. അതിന്റെ മീനിങ് എന്താ വെച്ചാൽ ഇതൊരു എന്താ പറയാ, നമുക്ക് ഇതൊരു ബേസിസ് ആയി കിട്ടി. ഇത് ബേസിസ് ആണ്, ഈ P3 of x ഒരു ബേസിസ് ആണ് ഈ എഴുതിയിരിക്കുന്ന ഈ സെറ്റ്. ഇത് സ്റ്റാൻഡേർഡ് ബേസ് ആണ്, ഇതൊരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് P3 of x ന്റെ. ഇനി വേറൊരു ബേസ് നമുക്ക് നോക്കാം. വേറൊരു ബേസ് ആർക്കും പറയാൻ പറ്റും ഈ P3 of x തന്നെ? അപ്പൊ ഒന്ന് ഉറപ്പാണ്, ഈ P3 of x ന്റെ ബേസിസിൽ ഇവിടെ നമുക്ക് 4 എലിമെന്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ തരുന്ന ബേസിസിലും 4 എലിമെന്റ്സേ കാണുള്ളൂ, അതേ പാടുള്ളൂ. അതിൽ കൂടി കഴിഞ്ഞാൽ ഉറപ്പാണ് ആ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിപ്പോയി. അങ്ങനെ റിസൾട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിലാണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത് ഞാൻ റെക്കോർഡ് ക്ലാസ് ഇട്ടായിരുന്നു തോന്നുന്നത്. അപ്പം ഇവിടെ ഇതിന്റെ വേറൊരു ബേസിസ് പറയാൻ പറ്റും നമുക്ക്. അപ്പൊ ഡയമെൻഷൻ ഓഫ് P3 എത്ര? ഡയമെൻഷൻ ഓഫ് ഈ വെക്ടർ സ്പേസ് എത്ര? ഡയമെൻഷൻ ഓഫ് V എത്ര? 4 അല്ലെ? ബേസിസിലുള്ള ബേസിസ് സെറ്റിന്റെ കാർഡിനാലിറ്റിയാണ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഇതിന്റെ ഒരു ബേസിസ് പറഞ്ഞു നിങ്ങൾ ആർബിട്രേറ്റ് ഒരു ബേസ് എന്തെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് നോക്കാം, ചെക്ക് ചെയ്യാം ആണോ അല്ലയോ. ഒരു ബേസ് പറഞ്ഞാൽ ഇത് പോളിനോമിയൽസ് ആയിരിക്കണം. പൊതുവേ നിങ്ങൾ പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ കുറച്ച് പോളിനോമിയൽസ് ആയിരിക്കണം. 4 വെക്ടേഴ്സ് അതിൽ കാണും വേണം. വെക്ടേഴ്സ് പറഞ്ഞാൽ 4 പോളിനോമിയൽസ് അതിൽ കാണും വേണം. അപ്പോൾ നമുക്കൊരു ഒന്നെടുക്കാം 1 പ്ലസ് എക്സ് 1 പ്ലസ് എക്സ് പ്ലസ് x² 1 പ്ലസ് എക്സ് പ്ലസ് x² പ്ലസ് x³. ഇത് 4 പോളിനോമിയൽസ് അല്ലേ? P3 of x ഉള്ള 4 പോളിനോമിയൽസ് ആണ്. ഞാൻ ജസ്റ്റ് ഒരു സെറ്റ് എടുത്തു, നമുക്ക് നോക്കാം ഇത് ബേസിസ് ആണോ. അപ്പൊ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം.
അതെങ്ങനെ ചെക്ക് ചെയ്യാം? അത് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ C1 ടൈംസ് ഫസ്റ്റ് വെക്റ്റർ പ്ലസ് C2 ടൈംസ്, ഞാനത് ഒരുപാട് എക്സാമ്പിൾസ് എടുക്കുന്നത് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടോ നിങ്ങൾക്ക്. ഞാൻ ഇതൊക്കെ പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇന്നത്തെ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ കുറേ പേര് തെറ്റിച്ച് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയാം. അതിന് മുമ്പ് ഇതൊന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലേക്ക് വരാം. ഇത് ഈക്വൽ ടു 0 ആക്കി എടുക്കുകയാണെങ്കിൽ 0 പറഞ്ഞാൽ 0 പോളിനോമിയലാണ് ഇവിടുത്തെ. 0 പ്ലസ് 0x പ്ലസ് 0x³ പ്ലസ് 0x⁴. അപ്പോൾ ഈ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദിസ് വെക്ടേഴ്സ് നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ CIസും കമ്പൽസറി 0 കിട്ടുകയാണ്. നമുക്ക് ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയും. ഇവിടെ നമുക്ക് എന്താ കിട്ടുക? C1ന്റെ കോഎഫിഷ്യൻസ് നോക്കുകയാണെങ്കിൽ C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 ആ വരിക അല്ലേ? C4 ഈക്വൽ ടു 0 എന്ന് വരും. എന്നിട്ട് സെക്കൻഡ് സെറ്റ് ഓഫ് ഇക്വേഷൻസ് പറഞ്ഞാൽ അവിടെ എന്താ വരിക? എക്സിന്റെ കോഎഫിഷ്യൻസ് എടുക്കുകയാണെങ്കിൽ C2 പ്ലസ് C3 പ്ലസ് C4 ഈക്വൽ ടു, ഇവിടെ വലത്ത് ഭാഗത്ത് എക്സിന്റെ കോഎഫിഷ്യൻസ് 0 ആണ്. ഇനി അടുത്തത് വരിക എന്താ? x² എടുക്കുമ്പോൾ C3 പ്ലസ് C4 0 എന്ന് വരും. ലാസ്റ്റ് C4 0 എന്ന് വരും. അപ്പൊ ഇവിടുന്ന് നമുക്ക് നേരിട്ട് കിട്ടുന്നുണ്ട് അല്ലേ? C4 0 ആണെങ്കിൽ ഇതിന്റെ അകത്തുനിന്ന് C3 മൈനസ് C4 അതിനെ കൊണ്ട് അതും 0 ആയി. ഇതിന്റെ അകത്തുനിന്ന് C2 പറഞ്ഞാല് മൈനസ് C3 മൈനസ് C4 ആണ്. അപ്പൊ 0 മൈനസ് 0 0 ആയി. ഇവിടെ C1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ മൈനസ് C2 മൈനസ് C3 മൈനസ് C4 ആണ്. കാരണം ജസ്റ്റ് ഈക്വൽ ടു 0 ആയതിനെ കൊണ്ട് നമുക്ക് C1 മൈനസ് C2 മൈനസ് C3 മൈനസ് C4 എന്ന് എഴുതാം. എല്ലാ CIസും സീറോസ് ആണ്. അപ്പോൾ C1 0 ആണ്. അപ്പോൾ കമ്പൽസറി ഈ കേസിൽ നമുക്ക് കിട്ടുന്നത് എല്ലാ എലിമെന്റ്സും കമ്പൽസറി 0 ആണ്. അപ്പം വേറൊരു നോൺ സീറോ കേസ് നമുക്ക് കിട്ടും. അവിടെ വേറെ നോൺ സീറോ കേസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് പറയാം ഈ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. പിന്നെ നമ്മുടെ മുമ്പുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു വെക്ടർ P3fxലെ ഏതൊരു വെക്ടറിനെയും ഇവരെ കൊണ്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കും. അതായത് ഇവരെ കൊണ്ട് നമുക്ക് അത് ഈ എലിമെന്റ്സിന്റെ സ്പാനിൽ ഏതൊരു ജനറൽ വെക്ടർ ഉണ്ടാവുമോ എന്നാണ് അടുത്ത വരുന്ന ചോദ്യം ശരിക്കും. ഓക്കെ, അപ്പം അത് ചെക്ക് ചെയ്യാൻ എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്തെ ഒക്കെ അതുപോലെ തന്നെ C1 ടൈംസ് ഇത് ഈക്വൽ ടു നമ്മൾ ജനറൽ വെക്ടർ ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക, എന്നിട്ട് സോൾവ് ചെയ്തെടുക്കുക ചെയ്യുക. ഇതിന് നമ്മൾ A0 പ്ലസ് A1x പ്ലസ് A2x² പ്ലസ് A3x³. അതായത് ഏതൊരു ജനറൽ വെക്ടറും ഈ ഫോമിലായിരിക്കും ഈ സ്പേസുകളിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ വെക്ടർ നമ്മൾ ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി നമ്മൾ പറയുകയാണ്. അതായത് നിങ്ങൾക്ക് ഈ വെക്ടർ കിട്ടണമെങ്കിൽ നിങ്ങൾ C1 C2 C3 C4 ഇതൊക്കെ ആയിട്ട് ചൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ജനറൽ സംഭവം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിന്റെ സ്പാൻ എന്ന് പറഞ്ഞാൽ ഈ ഫുൾ സെറ്റ് എന്ന് പറയാം. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ആ സെയിം സെറ്റ് ഓഫ് ഇക്വേഷൻസ് വരിക. C1 പ്ലസ് C2 പ്ലസ് C3 പ്ലസ് C4 നമുക്ക് A0 എടുക്കണമെന്ന് കിട്ടും. C2 പ്ലസ് C3 പ്ലസ് C4 A1 ആയിരിക്കണം. C3 പ്ലസ് C4 എന്നാൽ A2 ആയിരിക്കണം. C4 A3 ആയിരിക്കണം. ജസ്റ്റ് ഇവിടുന്ന് തന്നെ നേരത്തെ ഇതുപോലെ കമ്പയർ ചെയ്താൽ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടും. ഇതിൽ നമുക്ക് നേരിട്ട് കിട്ടുന്നുണ്ട് എന്ത്? C4 A3 ചൂസ് ചെയ്യണം എന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ C4 A3 ആണ്. C3 നമുക്ക് A2 മൈനസ് C4 അതായത് A2 മൈനസ് A3 ആയി ചൂസ് ചെയ്യണമെന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ C2 നിങ്ങൾ മൈനസ് C3 മൈനസ് C4 ചൂസ് ചെയ്യണം. അതായത് മൈനസ് C3 പറയുമ്പോൾ മൈനസ് A2 മൈനസ് ഓഫ് A2 മൈനസ് A3 മൈനസ് A3 ചൂസ് ചെയ്യണം അല്ലെ? C4 A3 ആണ്. അതുപോലെ C1 എന്ന് പറഞ്ഞാൽ മൈനസ് C2 മൈനസ് C3 മൈനസ് C4 ചൂസ് ചെയ്യണം. അപ്പോൾ അപ്പോൾ എന്താ വരിക? മൈനസ് C2 എന്ന് പറയുമ്പം ഈ എലിമെന്റ് ഫുൾ എടുക്കുക, അതിന് നെഗറ്റീവ് എടുക്കുക, മൈനസ് C3 ഈ എലിമെന്റ് ഇവിടെ എഴുതുക, മൈനസ് C4 എന്ന A3. അപ്പോൾ അതാണ് നിങ്ങളെ C1 ആയി ചൂസ് ചെയ്യണം. അപ്പോൾ നമുക്ക് കിട്ടി C1 C2 C3 C4 എന്ത് ചൂസ് ചെയ്യണം നമുക്ക് അവിടെ കിട്ടി അല്ലേ? അപ്പോൾ നിങ്ങൾ ഏത് ജനറൽ എലിമെന്റ് ഇവിടെ എടുക്കുകയാണെങ്കിലും കറസ്പോണ്ടിങ് ആയിട്ട് ഈ കിട്ടിയ സംഭവങ്ങൾ ഈ CIs ആയിട്ട് ചൂസ് ചെയ്താൽ മതി. ഇത്രയും CIs ആയിട്ട് ഇവരൊക്കെ ചൂസ് ചെയ്താൽ നമുക്ക് എന്ത് പറയാം? ഏത് ജനറൽ വെക്ടറിനും നമുക്ക് ഈ വെക്ടേഴ്സിന് ലീനിയർ കോമ്പിനേഷൻ ആക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ സ്പാൻ ഓഫ് ദിസ് സെറ്റ് ഇത് നമ്മൾ എസ് ആക്കി എടുക്കുകയാണെങ്കിൽ സ്പാൻ ഓഫ് ദിസ് സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുൾ ഓഫ് ദിസ് സ്പേസ് എന്ന് കിട്ടി. അതുപോലെ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന്റെ നമുക്ക് എന്താ ഇവിടെ ചെയ്ത വെച്ചാൽ നമ്മൾ ജസ്റ്റ് ബേസിസ് കണ്ടുപിടിച്ചു. നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ബേസിസ് എലിമെന്റ്സിന്റെ കാർഡിനാലിറ്റി ഫൈനൽ ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണെങ്കിൽ ഒന്ന് കൂടുതൽ ബേസ് ഉണ്ടാവാം. ആ ബേസിസിന്റെ ഒക്കെ കാർഡിനാലിറ്റി സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നലത്തെ ഇതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. സപ്പോസ് V ഈസ് എ റിയൽ വെക്ടർ സ്പേസ് ഓഫ് ഡയമെൻഷൻ 3. V ഒരു റിയൽ വെക്ടർ സ്പേസ് ആണ്, ഡയമെൻഷൻ ഓഫ് V 3 ആണ്.
അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഇൻ ബി, ദ നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഇൻ വി. ഇൻ വി ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു. 1, സെക്കൻഡ് ഓപ്ഷൻ 3 ആയിരുന്നു, തേർഡ് ഓപ്ഷൻ ഇ ക്യൂബ്, ഫോർത്ത് ഓപ്ഷൻ ഇൻഫിനിറ്റി. എല്ലാവരും ഇതിന്റെ ആൻസർ 3 എന്ന് എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടാ? അധികം പേരും ഞാൻ നോക്കിയൊക്കെ എല്ലാവരും 3 എന്ന് എഴുതിയിരിക്കുന്നത്. ഇവിടെ ചോദിച്ചത് എന്താ വെച്ചാൽ ഡയമെൻഷൻ ഓഫ് വി 3 ആണെന്ന് തന്നിട്ടുണ്ട്. ചോദിച്ചത് എന്താ വെച്ചാൽ നമ്പർ ഓഫ് പേഴ്സ് ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഇൻ വി, അതായത് നമ്പർ ഓഫ് എത്ര സെറ്റ് ഓഫ് ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് നമുക്ക് വിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചോദിക്കുന്നത്. നമുക്ക് ആകെ 3 വെക്ടറേ കിട്ടുന്നുള്ളൂ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് ഈ സ്പേസിൽ. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ, നമുക്ക് ഒരുപാട് ബേസിസ് കിട്ടുന്നുണ്ടല്ലോ. നമ്മൾക്ക് വേറെ ബേസിസ് ഇൻഫിനിറ്റ് അല്ലേ സർ? അപ്പോൾ ഒരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് കേസസ് നമുക്ക് കിട്ടും. കാരണം നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബേസിസ് ആണല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ഈ R3/R ഇപ്പൊ ഒരു 2 നമ്മൾ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ ഈ R3/R ഏത് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള വെക്ടേഴ്സ് എടുത്താലും അതൊരു ബേസിസ് ആയിരിക്കും. അതുപോലെ നിങ്ങൾ ഏതൊരു വെക്ടർ സ്പേസിലും, ഒരു വെക്ടർ സ്പേസ് നിങ്ങളുടെ കയ്യിലുണ്ട്, ആ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ അത് ശരിക്കും n ആണെന്ന് വിചാരിക്കുക. ആ സ്പേസിലുള്ള ഏതെങ്കിലും ഒരു n ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എടുത്താൽ അതൊരു ബേസിസ് ആയിരിക്കും. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് ഞാൻ മറ്റേ എക്സാമ്പിൾ ഒക്കെ എഴുതാൻ കാരണം. അപ്പൊ R3/R ഞാൻ പറഞ്ഞല്ലോ, R3/R ശരിക്കും നിങ്ങൾക്ക് ഒരുപാട് ബേസ് എടുക്കും. നിങ്ങൾ ഏത് ലീനിയർ, ഇപ്പോൾ ജസ്റ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് 3 വെക്ടേഴ്സ് എടുത്താൽ മതി. അപ്പോൾ അത് ഈ 3 വെക്ടേഴ്സ് എടുത്താൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പോൾ അത് ബേസിസ് ആവും. അപ്പോൾ നിങ്ങൾ 1 2 3 0 2 3 0 1 1 എടുക്കുകയാണെങ്കിൽ ഇതൊരു ബേസ്, സോറി ഇത് മെട്രിക്സ് അല്ല, 3 വെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇത് ബേസിസ് ആവുമോ? അത് 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് ചെക്ക് ചെയ്യണം. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് നമുക്ക് പറയാം, അത് എന്താ പറയാ ബേസിസ് ആണെന്ന്. അതിന് എളുപ്പവഴി എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞില്ല, ആറിന്റെ കേസിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. R/R കേസിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഞാൻ 3 വെക്ടേഴ്സ് തന്നു, 1 2 3 0 2 3 0 1 1. ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ്, സോറി ഇത് ബേസിസ് ആണോ ചെക്ക് ചെയ്യണം എന്ത് ചെയ്താൽ മതി അറിയാം. ഇതിപ്പോ R3 നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മെട്രിക്സ് നമ്മൾ എഴുതിയ മെട്രിക്സ് ഉണ്ടല്ലോ, ഈ 3 വെച്ചൊരു മെട്രിക്സ് ഉണ്ടാക്കുക. നമ്മൾ അതുപോലെ ഒരു മെട്രിക്സ് ആണ് ഉണ്ടാക്കുക. 3 റോ ആക്കി എടുക്കുക, അല്ലെങ്കിൽ 3 കോളാക്കി എടുത്തിട്ട് ഒരു മെട്രിക്സ് ആണ് ഉണ്ടാക്കുക. ഈ മെട്രിക്സ് ഉണ്ടാക്കിയിട്ട് ഈ മെട്രിക്സിന്റെ റാങ്ക് 3 ആണോ നോക്കിയാൽ മതി. ആ മെട്രിക്സ് റാങ്ക് 3 ആണെങ്കിൽ ഇത് 3 ലീനിയർലി, സോറി ഇതൊരു ബേസിസ് ആയിരിക്കും. ഇതൊരു ബേസിസ് ആയിരിക്കും. ഇതൊരു ഷോർട്ട് കട്ടാണ്, നമ്മൾ ഇതിനൊക്കെ യൂസ് ചെയ്യുന്നത്, എക്സാം ഒക്കെ എഴുതുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ഇതിന്റെ റാങ്ക് 3 ആണ്, ഇതൊരു ബേസിസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഓർമ്മ, നേരത്തെ നമ്മൾ ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. 1 0 0 എടുത്തു, നമ്മൾ 0 1 0 എടുത്തു, ഒരു 0 0 0 0 1 എടുത്തു, പിന്നെ നമ്മൾ എടുത്തത് 1 0 1 എടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിപ്പം R3 ആകുമ്പോൾ ശരിക്കും നമ്മളോട് ഇതിൽ ശരിക്കും നമ്മൾ ഈ റാങ്ക് 3 ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല. റാങ്കിന് വേറെ ഡെഫിനേഷൻ, നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എന്നൊരു ഡെഫിനേഷൻ ഉണ്ടല്ലോ റാങ്കിന്. അപ്പോൾ റാങ്ക് 3 ആയി കിട്ടും, നമുക്ക് എന്ത് കിട്ടി? നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് 3 ആണെന്ന് കിട്ടി. അതാണ് അതിന് റാങ്ക് ചൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ മെട്രിക്സ് നിങ്ങൾ എടുത്ത് നിങ്ങൾ റാങ്ക് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ റാങ്ക് കിട്ടുക? അതിന് റാങ്ക് നിങ്ങൾക്ക് 3 എന്ന് കിട്ടും. അപ്പോൾ ഈ 4 വെക്ടേഴ്സിന്റെ അകത്ത് നിങ്ങൾക്ക് ശരിക്കും 3 ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടർ ഉള്ളതെന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഈ 4 കൂടിയ സെറ്റ് ഒരിക്കലും ബേസിസ് ആവില്ല. ഓക്കെ, നേരത്തെ നമുക്ക് ഇത് ഈ സെറ്റ്, ഈ 3 വെക്ടേഴ്സ് അടങ്ങിയ സെറ്റ് നമ്മൾ ബേസിസ് അല്ല എന്ന് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുള്ള് എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം അത് ചെക്ക് ചെയ്യാനുള്ള എളുപ്പവഴി ഇതാണ്. ഈ 4 വെക്ടേഴ്സ് കൊണ്ട് ഒരു മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യാം, എന്നിട്ട് ചെക്ക് ചെയ്താൽ മതി, അതിന്റെ റാങ്ക് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം R3/Rന്റെ ബേസിസിൽ 3 എലിമെന്റ്സ് ഉള്ളതെന്ന് അറിയാം. അപ്പൊ നിങ്ങൾ ആ ഒരു ഐഡിയ വെച്ചതാണെങ്കിൽ മുമ്പോട്ട് പോവാം. അല്ലെങ്കിൽ സിമ്പിളായി ചെക്ക് ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്, റാങ്ക് കണ്ടാൽ മതി, റാങ്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ശരിക്കും ഈ R/R അല്ലെങ്കിൽ ഏതൊരു വെക്ടർ സ്പേസ് നിങ്ങൾ എടുത്താലും, ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എടുത്താലും അതിന്റെ ബേസിസിൽ ഇപ്പം n എലിമെന്റ്സ് ആ ഉള്ളതെങ്കിൽ n+1 എലിമെന്റ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആയി പോകും. ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ നമ്മൾ എടുത്ത ബേസിസ് R3/Rന്റെ ബേസിസ് നമ്മൾ ഇത് എടുത്തു, 1 0 0 0 1 0 0 0 1 എടുത്തു അല്ലേ. ഇത് ശരിക്കും നമുക്കറിയാം ഒരു ബേസിസ് ആണ്, R3/Rന്റെ ഒരു ബേസിസ് ആണെന്ന് അറിയാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ റിസൾട്ട് ആണ് ശരിക്കും. അതായത് നമ്മൾ ഒരു എക്സ്ട്രാ വെക്ടർ കൊണ്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ
R3 ഏത് വെക്ടർ നിങ്ങൾ ആഡ് ചെയ്തോളൂ, ഏത് വെക്ടർ നിങ്ങൾ ആഡ് ചെയ്താലും നമുക്ക് നേരിട്ട് പറയാൻ പറ്റും ആ സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആയി പോകുന്നു. നമുക്ക് ഈ സെറ്റിലേക്ക് ഒരു വെക്ടർ ആഡ് ചെയ്യാം, -1 to 50, -1 -2 50 എന്ന വെക്ടർ അതിലേക്ക് ആഡ് ചെയ്തു ഈ സെറ്റിലേക്ക്. ഇനി ഈ സെറ്റ് എനിക്ക് കാണിക്കാൻ പറ്റുന്നത് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. വേറെ ഒന്നുമല്ല, നമുക്കറിയാം നമ്മൾ ലീനിയർലി ഡിപെൻഡന്റ് എങ്ങനെ കാണിക്കുക, ഈ കോമ്പിനേഷൻ നമ്മൾ 0 ആക്കി എടുക്കുകയാണ്. 0 ആക്കി എടുത്തിട്ട് നോൺ സീറോ CIs നമുക്ക് ആ കോമ്പിനേഷൻ 0 ആയിട്ട് കിട്ടുന്നുണ്ട്, നമുക്ക് പറയാം അവർ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. C3 times 0 0 1 plus C4 times -1 -2 50 ഈക്വൽ ടു 0 0 0 ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഞാൻ എടുക്കണം, അതെനിക്ക് നോൺ സീറോ CIs കിട്ടുമോ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട്? ഇല്ലെങ്കിൽ വേറെ എളുപ്പവഴി എന്താ വെച്ചാൽ ഈ ഈ വെക്ടറിന് ഇങ്ങനെ CIs എഴുതണമെന്നില്ല, നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി കൂടെ, ഇതില് ഞാൻ C1 ഞാൻ 1 എടുക്കുകയാണ്, C2 1, C3 1. ഓക്കെ, ഈ ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള കേസാണ്, കാരണം ഇവിടെ എടുത്ത് സ്റ്റാൻഡേർഡ് വൈസ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് ഇത്ര എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ഇതിങ്ങനെ എഴുതാൻ പറ്റും 1 0 0 പ്ലസ് സോറി അങ്ങനെയല്ല, ഒത്തിരി എഴുതാം, ഒരു മിനിറ്റ്. കോമ്പിനേഷൻ C1 times 1 0 0 പ്ലസ് C2 times 0 1 0 പ്ലസ് ഇത് നമ്മളൊരു പ്രൂഫ് തന്നെയാണ്, ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞൊരു പ്രൂഫാണ്. C4 times -1 -2 50 ഈക്വൽ ടു 0 0 0. ഈ വെക്ടറിനെ ഞാൻ RHSലേക്ക് കൊണ്ടുവന്നാൽ എനിക്ക് എന്താ കിട്ടുക, C1 × 1 0 0 പ്ലസ് C2 × 0 1 0 പ്ലസ് C3 × 0 0 1 is equal to minus C4 times -1 -2 50 എന്ന് കിട്ടും അല്ലേ? കിട്ടില്ലേ? ശരിയല്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ? ശരിയാണ് സർ. കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്താ അതിലെന്താ നമുക്ക് കിട്ടുക, അതിലെന്താ കിട്ടുക? അതായത് ഈ 3 വെക്ടേഴ്സും ലീനിയർലി, ഞാൻ പറയുന്നത് ഈ 3 വെക്ടേഴ്സും ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അതായത് എനിക്ക് CIs കിട്ടും സച്ച് ദാറ്റ് ഈ ലീനിയർ കോമ്പിനേഷൻ 0 ആക്കണം. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, ഞാൻ നമ്മളിവിടെ ഉള്ള ഈ C1 ഞാൻ 1 എടുക്കുകയാണ്, സോറി C4 ഞാൻ 1 എടുക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, C4 ഞാൻ 1 എടുക്കാന്ന് വിചാരിക്കാം. ഇത് ഞാൻ C1 ഞാൻ എന്ത് ചൂസ് ചെയ്യുന്ന വെച്ചാൽ -1 ചൂസ് ചെയ്യും. ഈ കോർഡിനേറ്റ് C1 ഞാൻ -1 ചൂസ് ചെയ്തു. C2 ഞാൻ എന്ത് ചൂസ് ചെയ്യുന്ന വെച്ചാൽ C2 ഞാൻ എന്ത് ചൂസ് ചെയ്യണം, നമുക്ക് ജസ്റ്റ് എഴുതി നോക്കാം. -2 ചൂസ് ചെയ്തു. ഞാൻ C4 ഞാൻ 50 എന്ന് ചൂസ് ചെയ്തു. ഓക്കെ, 50 എന്ന് ചൂസ് ചെയ്തു. അപ്പൊ ഇത് ശരിയാവുമോ? C4 ഞാൻ -1 ചൂസ് ചെയ്താൽ മതി അല്ലേ? C4 ഞാൻ -1 ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് ശരിയാവില്ലേ? ശരിയാവോ? അത് ശരിയാവില്ലേ? അതായത് എനിക്ക് ഇവിടെ ഞാൻ C4 -1 ബാക്കി പറഞ്ഞ C1 C2 C3 ഈ എലിമെന്റ്സ്, ഈ കോർഡിനേറ്റ്സിന്റെ എലിമെന്റ്സ് ആയിട്ട് ഞാൻ ചൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ലീനിയർ കോമ്പിനേഷൻ 0 ആയി പോകുന്നുണ്ട്. അതായത് നോൺ സീറോ CIs എനിക്ക് ഇത് ശരിക്കും ലീനിയർ കോമ്പിനേഷൻ 0 ആവുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ, ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണ്. ഈ വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് നമുക്ക് കിട്ടും. അതാണ് പറഞ്ഞത്, ഈ നമ്മൾ ഒരു n ഡയമെൻഷണൽ വെക്ടർ സ്പേസിൽ n-ൽ കൂടുതൽ വെക്ടേഴ്സ് നമ്മൾ അതിലേക്ക് ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ആ സെറ്റ് ശരിക്കും ലീനിയർലി ഡിപെൻഡന്റ് ആയി പോകും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവില്ല, പിന്നെ ലീനിയർലി ഡിപെൻഡന്റ് ആയി പോകും. അതുപോലെ നിങ്ങൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എടുക്കുക വെച്ചാൽ, ഇപ്പൊ ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് ഒരു എലിമെന്റ് ഒഴിവാക്കി അറിയാം, അപ്പൊ അത് സെറ്റ് ലീനിയർലി ഡിപെൻഡന്റ് ആവോ ഇൻഡിപെൻഡന്റ് ആവോ? ലീനിയർ ഡിപെൻഡന്റ് ആവോ ഇൻഡിപെൻഡന്റ് ആവോ? അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. കാരണം ഇത് നമുക്ക് ഓൾറെഡി ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട്. C1 times
ഫസ്റ്റ് വെക്ടർ പ്ലസ് C2 ടൈംസ് സെക്കൻഡ് വെക്ടർ പ്ലസ് C3 ടൈംസ് തേർഡ് വെക്ടർ ഈക്വൽ ടു 0 0 0. ഇതിൽ ഈ സെറ്റ് ഓൾറെഡി റിയൽ ഇൻഡിപെൻഡന്റ് ആണ്. അപ്പോൾ എല്ലാ CIസും കമ്പൽസറി സീറോസ് ആണെന്ന് നമുക്കറിയാം. എല്ലാ CIസും കമ്പൽസറി സീറോസ് ആണെന്ന് അറിയാം. അപ്പോൾ ഞാൻ ഈ ഇതിൽ രണ്ട് എലിമെന്റ്സ് മാത്രം എടുക്കുകയാണ്. 1 0 0 പ്ലസ് 0 1 0. അപ്പോൾ ഇവരെ ലീനിയർ കോമ്പിനേഷൻ നിങ്ങൾ എടുക്കുകയാണ്. C1 പ്ലസ് C2 ടൈംസ് ഇസ് ഈക്വൽ ടു 0 0 0 എടുത്താലും നമുക്ക് എന്താ കിട്ടുക? C1 C2 0 തന്നെ എവിടെയും കിട്ടുക അല്ലേ? അപ്പോൾ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ സബ്സെറ്റ് നിങ്ങൾ എടുത്താൽ അത് വീണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷെ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ കൂടെ നിങ്ങൾ ഒരു സൂപ്പർ സെറ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിക്കോണമെന്നില്ല. ഓക്കെ, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിക്കോണമെന്നില്ല. ലീനിയർലി ഒരിക്കലും ആവില്ല എന്നുള്ളത്. കാരണം അത് അപ്പൊ പറഞ്ഞ ക്ലിയർ ആണോ? ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ സബ്സെറ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷേ ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിന്റെ കൂടെ നിങ്ങൾ വേറൊരു വെക്ടർ അഡ്ജോയിൻ ചെയ്യാണ്, ആ സെറ്റിലേക്ക് ഒരു എലിമെന്റ് കൂട്ടി ഇടുകയാണ്, എന്നാൽ ആ വെക്ടർ ലീനിയർലി ഇൻഡിപെൻഡന്റ്, അങ്ങനെയാണ് ആ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുമോ അതോ ഡിപെൻഡന്റ് ആവുമോ? രണ്ട് കേസും ആയിക്കൂടെ? കാരണം നോക്കിയാൽ നിങ്ങൾ ഈ സെറ്റ് നമ്മൾ ഈ സെറ്റ് എടുക്കുക, ഈ രണ്ട് എലിമെന്റ്സ് അടങ്ങുന്ന സെറ്റ് മാത്രം എടുക്കുക, അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതിലേക്ക് ഞാൻ ഈ എലിമെന്റ് ആഡ് ചെയ്തിട്ടാൽ നമുക്ക് മൊത്തം സെറ്റ് എന്തായി? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയി. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ആദ്യത്തെ സെറ്റ് 1 0 0 0 1 0 എന്ന സെറ്റിലേക്ക്, ഈ ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ആൾ ഇനി 2 0 0 ആണ്. അപ്പൊ ഇത് ശരിക്കും ഫസ്റ്റ് വെക്ടറിന്റെ മൾട്ടിപ്പിൾ ആണ്. ഈ 1 0 0 ജസ്റ്റ് ട്വൈസ് ആണ് 2 0 0. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ്, അതൊക്കെ ഡിപെൻഡന്റ് വെക്ടേഴ്സ് ആണ് അല്ലേ? ആ സെറ്റ് ഡിപെൻഡന്റ് ആയി പോകും. അതാ പറഞ്ഞത്, ഇത് നിങ്ങൾ ഇതിന്റെ സൂപ്പർ സെറ്റ് എടുക്കുമ്പോൾ ഇൻഡിപെൻഡന്റ് ഏത് കേസ് വേണമെങ്കിലും വരാം. ഓക്കെ, പക്ഷെ ഒന്ന് ഉറപ്പാണ്, ബേസിസ് തീരുമാനമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസിസിൽ n എലിമെന്റ്സ് ഉള്ളെങ്കിൽ അതിന്റെ മേലെ നിങ്ങൾ എത്ര എല്ലാ എലിമെന്റ്സ്, ആ n-നേക്കാട്ടും കൂടുതൽ എത്ര എലിമെന്റ്സ് നിങ്ങൾ ആ സെറ്റിൽ നിന്ന് എടുത്താൽ അത് എപ്പോഴും എന്തായാലും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അത് എപ്പോഴും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ഇപ്പോൾ R3 നിങ്ങൾ 4 വെക്ടർ എടുക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ P3 നിങ്ങൾ 5 പോളിനോമിയൽ എടുക്കുകയാണ്, അങ്ങനെ എടുത്താൽ എന്തായാലും ആ വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. അല്ലെങ്കിൽ സെറ്റ് ഓഫ് 4x4 മെട്രിക്സ് എടുത്ത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇതുപോലെ ഈ 4x4 മെട്രിക്സിന്റെ ഡയമെൻഷൻ എന്താ വരിക? നമുക്ക് അതുകൊണ്ട് പറഞ്ഞു നിർത്താം കേട്ടോ. 4x4 മെട്രിക്സിന്റെ സെറ്റ് ഓഫ് ഓൾ 4x4 മെട്രിക്സ് ഓവർ സം ഫീൽഡ് 4 അതായത് 16 വരും അല്ലേ? മൊത്തം 16 പൊസിഷൻ ഉണ്ടാവും അവിടെ. അങ്ങനെ 16 പൊസിഷനിൽ ഉണ്ടാവും അതിൽ. അപ്പം എല്ലാ 16 പൊസിഷൻസും ഡിഫറെന്റ് എൻട്രീസ് ആയിരിക്കും. അപ്പോൾ ഓരോ എൻട്രി കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു വെക്ടർ വേണം, അങ്ങനെ 1, ബാക്കി എല്ലാം 0 ആയിട്ടുള്ള അല്ല. അങ്ങനെയല്ല, നിങ്ങളെല്ലാവരും ചെയ്തിട്ടുണ്ട് അത്. നിങ്ങളെ ബേസിസ് ഒക്കെ നിങ്ങൾ എഴുതി ഞാൻ കണ്ടു. അപ്പം അതായത് അങ്ങനെയാണ് നിങ്ങൾക്ക് അതിന്റെ, കാരണം നിങ്ങൾ 2-3 റോൾ നിങ്ങൾ ചെയ്തു, ഡയമെൻഷൻ കാണാൻ 2 റോൾ വന്നിട്ടുണ്ടായിരുന്നു മറ്റേ മെട്രിക്സ് വെച്ചിട്ട്. എല്ലാവരും അത് എഴുതിയിട്ടുണ്ട്, അതൊക്കെ ശരിയാ, ഉത്തരമൊക്കെ ശരിയാണ്. എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ല സംഭവം ചെയ്തല്ലേ? എല്ലാവർക്കും അറിയില്ലേ? അതായത് ഒരാൾ എഴുതിയിട്ട് ആരെയും കോപ്പി അടിച്ചാണോ സംഭവം? അല്ലല്ലോ അല്ലേ? അല്ലെങ്കിൽ എന്താ വെച്ചാല്, അല്ലെങ്കിൽ എന്താ പറയാ, നല്ല കാര്യം ആണെങ്കിൽ ആ ചെയ്ത ആൾക്ക് അത് ബുദ്ധിമുട്ടാവും. കാരണം എന്താന്ന് അറിയാണ്ടാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ചെയ്തത് ശരിയാണ്, അതിലെ വാല്യൂസ് നിങ്ങൾ ചെയ്തത് കറക്റ്റ് ആണ്. അപ്പൊ ഈ കേസിൽ 16 എലിമെന്റ്സ് ആണ് ഉണ്ടാവുക. അപ്പം 4x4 ആകുമ്പോൾ 16 എലിമെന്റ്സ് നമുക്ക് വേണം. അങ്ങനത്തെ 16 എലിമെന്റ്സ് കിട്ടും, മെട്രിക്സ് കിട്ടും. ഒന്നുമില്ല, ഓരോ പൊസിഷനിൽ 1 വരും, ബാക്കി എല്ലാം 0 വരും. രണ്ടാമത്തെ മെട്രിക്സ് എടുക്കുമ്പോൾ സെക്കൻഡ് ഈ പൊസിഷനിൽ 1 വരും, ബാക്കി എല്ലാം കംപ്ലീറ്റ് സീറോസ് വരും. അങ്ങനത്തെ 16 എലിമെന്റ്സാ കിട്ടുക ഈ 4x4 മെട്രിക്സിന്റെ ബേസിസ് ആയിട്ട്. അപ്പം അപ്പൊ അതിന്റെ മീനിങ് നിങ്ങൾ 17 മെട്രിക്സ് നിങ്ങൾ, അല്ലെങ്കിൽ 17 അതിൽ കൂടുതൽ മെട്രിക്സോ നിങ്ങൾ ഈ സ്പേസിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് എന്തായാലും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. എന്തായാലും ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അത് ഇനി അങ്ങനെ ചെയ്യാത്ത ആരുണ്ടെങ്കിൽ ചെയ്യാം, സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കുക, ഇല്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിന്ന് നിർത്താം. നാളെ ഞാൻ 2.4 സെക്ഷനിൽ കോർഡിനേറ്റ്സ് എടുക്കും. ഞാൻ 2-3 പ്രോബ്ലംസ് വേറെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ റിലേറ്റഡ് ചെയ്യാൻ ഇടാൻ നോക്കാം. അത് ഞാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക, ട്രൈ ചെയ്ത് നോക്കാം. നാളെ നമ്മൾ 2.4 സെക്ഷനിലേക്ക് എടുക്കാം, കോർഡിനേറ്റ്സ് സെക്ഷനിലേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ എന്നാലും എല്ലാവർക്കും വേറെ ഒന്നും ചോദിക്കാനുണ്ടോ?
നിങ്ങളെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബാക്കി ക്ലാസ് ഒക്കെ 29-ാം തീയതി കഴിയില്ല അല്ലേ? 29-ാം തീയതി കഴിയില്ല ക്ലാസ് അല്ലേ? ഇല്ല സാർ, അതിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. ഇല്ലല്ലേ? എന്തായാലും നമുക്ക് ഇത് ഈ സ്പീഡിൽ തന്നെ പോവാം. എന്തായാലും നമുക്ക് ടൈം ഉണ്ടല്ലോ. എക്സാം എന്തായാലും ലേറ്റ് ആയിട്ടാ ഉണ്ടാവുമെന്ന് ഞാനും അറിഞ്ഞത്. ബാക്കി എല്ലാവർക്കും ഞാൻ അങ്ങനെ തന്നെ അറിഞ്ഞത്. നമുക്ക് തൽക്കാലം ഈ സ്പീഡിൽ തന്നെ പോവാം. എന്നിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് നാളെ കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. Okay, thank you, sir.